Hello. Welcome to Market Discussion of the Day. Today, March 2nd, 2026. മൺഡേ ആണ്, പുതിയൊരു വീക്കാണ്. സോ ഒരു പുതിയൊരു വീക്കിലോട്ട് നമ്മൾ പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു ന്യൂസാണ് നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്നിട്ടുള്ളത് അല്ലേ. സോ ഇറാനെ അറ്റാക്ക് ചെയ്ത് US-ഉം ഇസ്രയേലും എന്നുള്ള വളരെ ദുഃഖകരമായിട്ടുള്ള ന്യൂസുകൾ. അവിടുന്ന് ഇറാനിൽ പല സ്ഥലങ്ങളും അവർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഈവൻ ഒരു സ്കൂളൊക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിലൂടെ ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു എന്നൊക്കെയുള്ള ന്യൂസുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ അതിൽ ഗോൾഡിലുണ്ടായ XAUSDയിലുണ്ടായ മാറ്റം, അല്ലെങ്കിൽ വലിയൊരു മൂവ്മെൻറ്റ്, അതേപോലെ തന്നെ ക്രൂഡ് ഓയിലൊക്കെ വളരെ വലിയൊരു മൂവ്മെൻറ്റ്. ഓൾറെഡി ക്രൂഡ് ഓയിൽ 66 അവസാനിച്ച ക്രൂഡ് ഓയിൽ 75 ഇന്ന് രാവിലെ തന്നെ പോയിട്ടുള്ളത്. ഓക്കെ, സോ ഇതൊക്കെ മാർക്കറ്റിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ബ്ലാക്ക് സ്വാൻ ഈവൻറ്റ് എന്നാണ് ഈ ഒരു ഈവൻറ്റിനെ ട്രേഡേഴ്സ് വിളിക്കുന്നത്. കാരണം വലിയ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇത്രയും വലിയൊരു മൂവ്മെൻറ്റും അതേപോലെ തന്നെ എന്താ പറയുക, ഒരു ഹൈ ഇമ്പാക്റ്റ് മാർക്കറ്റിൽ ഉണ്ടാക്കിയത് കൊണ്ടിട്ടാണ് ആക്ച്വലി ഇതിനെ ബ്ലാക്ക് സ്വാൻ ഈവൻറ്റ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഓൾമോസ്റ്റ് ഗോൾഡ് ഇന്ന് 2.8% ഇൻക്രീസ് ആണ് ഉണ്ടായത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. 3,397 വരെയാണ് മാർക്കറ്റ് ഇന്ന് സഞ്ചരിച്ചത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഇറാൻ്റെ സുപ്രീം ലീഡർ അലി ഖലാമിയെ വധിക്കുകയുണ്ടായി എന്നുള്ളൊരു ന്യൂസും ഇന്നലെ US പുറത്തു വിട്ടു. അതെല്ലാം ആക്ച്വലി ബേസിക്കലി ഇറാൻ ഇനി ഒന്നും നോക്കാനില്ല. ഇറാൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഒന്നും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയിലോട്ട് എത്തിച്ചു എന്നുള്ളൊരു കാര്യം വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ട്രംപ് പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ US മിലിറ്ററി എന്താ പറയുക, ഹൺഡ്രഡ്സ് ഓഫ് ടാർജറ്റ്സ് ഇറാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെയും നേവൽ ബിൽഡിങ്സിനെയൊക്കെ തകർത്തു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടിരിക്കുന്നു. ഓക്കെ, സോ അത് എന്താണ് ഇറാൻ തിരിച്ച് ചെയ്തത്? ഇറാൻ പല ഈ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലെയും US എയർബേസ് സ്ട്രൈക്ക് ചെയ്തു, കൗണ്ടർ അറ്റാക്ക് നടത്തി അല്ലേ. സോ അതിൽ പല ആൾക്കാരും മരണപ്പെട്ടു എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ന്യൂസ് ത്രൂ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാം. അതേപോലെ ഈ ഒരു അറ്റാക്ക്, ഈ ഒരു റിവെഞ്ച് അല്ലെങ്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം മാർക്കറ്റിൽ ഭയങ്കരമായൊരു നെർവസ് എന്താ പറയുക ഒരു സാഹചര്യം കൊണ്ടുവരികയും ഗോൾഡ് ആസ് എ സേഫ് ഹെവൻ മുകളിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. പല US എംബസി, മിഡിൽ ഈസ്റ്റിലുള്ള പല US എംബസിയിലുള്ള ആൾക്കാരുടെ അടുത്തും അർജൻറ്റ് അല്ലാത്ത ആൾക്കാരുടെ അടുത്തും മാറാൻ, അവരുടെ ഫാമിലി ആയിട്ട് മാറി നിൽക്കണം എന്നൊക്കെയുള്ള ന്യൂസുകളൊക്കെ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കി പോവുക. ഓക്കെ, സോ അതിൽ മുകളിലായിട്ട് ഇറാൻ ചെയ്തിട്ടുള്ള വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് എന്ന് പറയുന്ന 20% ഓഫ് വേൾഡ് ഓയിൽ ഒഴുകുന്ന ഇറാൻ്റെ അധീനതയിലുള്ള ആ ഒരു നാരോ സീ പാത്ത് എന്താ പറയുക അടയ്ക്കും എന്നുള്ള രീതിയിൽ വാൺ ചെയ്യുകയുണ്ടായി. സോ അത് ബേസിക്കലി നമ്മളുടെ ക്രൂഡ് ഓയിലിന് വലിയ രീതിയിലുള്ള ഒരു മാറ്റം, ഓൾമോസ്റ്റ് 13% അപ്പ് ആണ് ആക്ച്വലി ക്രൂഡ് ഓയിൽ ഇന്ന് രാവിലെ ഉണ്ടായത്. ഓക്കെ, സോ ബേസിക്കലി എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്ന സംഭവം എല്ലാത്തിനും യൂസ് ചെയ്യുന്നൊരു സംഭവമാണ്. ഓക്കെ, സോ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നല്ലോ, നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളുടെയും വില കൂടും എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അത് ഇൻഫ്ലേഷനെ കൂട്ടുന്നു. ഓക്കെ, സോ ഇൻഫ്ലേഷനെ കൂട്ടുന്നതിലൂടെ എന്ത് സംഭവിക്കും? ഗോൾഡ് ഇൻഫ്ലേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നൊരു സംഭവമാണ്, അല്ലെങ്കിൽ സാധനങ്ങളുടെ വില കൂടും എന്നുള്ള ഭീതിയിൽ ആൾക്കാർ ഗോൾഡാണ് മേടിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ നോക്കുമ്പോഴും ഗോൾഡിൻ്റെ റേറ്റ് അങ്ങനെയും കൂടും. ഓക്കെ, ഈ വാർ, ഓക്കെ നമുക്കറിയാം വാർ അൺസർട്ടനിറ്റിയാണ്, അതുമൂലം ഗോൾഡിൻ്റെ റേറ്റ് കൂടും എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. പക്ഷേ ഓയിലിൻ്റെ റേറ്റ് കൂടുന്നതും ഗോൾഡിൻ്റെ റേറ്റ് കൂടുന്നതും ഡയറക്ഷനലി പ്രപ്പോർഷണലാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. കാരണം ഇൻഫ്ലേഷൻ കൂട്ടുന്നത് കൊണ്ടിട്ട് തന്നെ ആൾക്കാർ അല്ലെങ്കിൽ ഗോൾഡിലോട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. ഓക്കെ, സോ ബേസിക്കലി ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ. അതിൻ്റെ കൂടെ വേറെ കുറേ കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ല. US-ൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഈ ഒരു ന്യൂസാണ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ടിട്ട് തന്നെ നമ്മൾ കുറച്ച് പൊളിറ്റിക്കൽ നമ്മളുടെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളെ കുറിച്ച് നോക്കണം. പക്ഷേ നമ്മളെല്ലാവരും വളരെ അലേർട്ടായിട്ടിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇറാൻ്റെ റെസ്പോൺസ്. ഓക്കെ, സോ ഇറാൻ എങ്ങാനും ഒരു മാസീവ് മിസൈൽ എങ്ങാനും US ബേസിസിലെങ്ങാനും ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും 5450 ക്രോസ് ചെയ്ത് ഗോൾഡ് മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്.
ഓക്കെ. സോ അതേപോലെ തന്നെ ഇനി ക്രൂഡ് ഓയിൽ മുകളിലോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് ഒരു 85+ ഒക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അതും ഗോൾഡിൻ്റെ പ്രൈസിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കി പോവുക. അതേപോലെ തന്നെ നമ്മുടെ US പ്രസിഡന്റ് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ട്വിറ്ററിലൂടെയൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിക്കാണണം എന്നുള്ള 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് അവെയർ ആയിട്ടിരിക്കേണ്ട മെയിനായിട്ടുള്ള 3 കാര്യങ്ങൾ. ഓക്കെ. സോ ഇത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എപ്പോഴും അവെയർ ആയിട്ട് ഇരിക്കണം എന്നുള്ളൊരു കാര്യമാണ് എനിക്കെടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സോ ഇതിനെക്കുറിച്ചുള്ള ന്യൂസുകളും അല്ലെങ്കിൽ ഞാനിപ്പം സപ്പോസ് നമ്മുടെ ഈ ഒരു മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ ഇടാനായിട്ട് നിങ്ങൾ ലേറ്റായി കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നോക്കേണ്ടത് എന്താ വെച്ചാൽ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലോട്ട് പോവുക. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഞാൻ എല്ലാ ദിവസവും ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ റേഞ്ചുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നുണ്ട്. ഓക്കെ. സോ അതിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അതിലൂടെ തന്നെ നിങ്ങൾക്ക് ട്രേഡ് എടുത്ത് പോകാവുന്നതുമാണ്. സപ്പോസ് എങ്ങാനും ഞാൻ ലേറ്റായി കഴിഞ്ഞാൽ ഓക്കെ എന്നുള്ളൊരു കാര്യമാണ്. ഓക്കെ. ഞാൻ ഡെയിലി ബേസിൽ ഇടുന്നുണ്ട്. പല ആൾക്കാരും കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം എനിക്കറിയില്ല. സോ അത് നിങ്ങൾ നോക്കിക്കാണുക. ഓക്കെ. ആ ഒരു റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ആ ഒരു റേഞ്ച് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഇടുന്നുണ്ട്. അതും നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് നോക്കി കാണാവുന്നതാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ. സോ അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഈ ആഴ്ചത്തെ ബാച്ച് മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനിരുന്ന പെയ്ഡ് ബാച്ച് മിക്കവാറും മോസ്റ്റ് പ്രോബബ്ലി അടുത്ത ആഴ്ചയിലോട്ട് മാറ്റാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം വേറൊന്നുമല്ല, ഈ വളരെ വലിയ അൺസർട്ടനിറ്റി നിൽക്കുന്നത് കൊണ്ടിട്ട് തന്നെ എന്താ പറയുക, കുറേ കാര്യങ്ങളും ഡിസ്കഷൻസും ഒക്കെ നടക്കുന്നത് കൊണ്ടിട്ട് അടുത്ത ആഴ്ചയിലോട്ട് മാറ്റാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതിനുള്ള നമ്മൾ ഇതേവരെ അതിനകത്തൊരു കൺഫർമേഷൻ കൊണ്ടുവന്നിട്ടില്ല. അത് ഒരു 2 മണിക്കൂറിനകത്ത് ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് മുന്നേ ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ അടുത്തെല്ലാം പറയും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് രണ്ടാമത് പറയാനായിട്ടുള്ള കാര്യം. അതും നമ്മൾ 100% തീരുമാനിച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ടിട്ടാണ്. ഓക്കെ. സോ ഇതൊക്കെയാണ് ബേസിക്കലി നമ്മളുടെ പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുള്ള ന്യൂസുകൾ. നമുക്ക് എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ ഓടിച്ചു പോവാം. ഒരുപാട് ടൈം കളയാനായിട്ട് എനിക്ക് താല്പര്യമില്ല. എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകളെ കുറിച്ച് ഞാൻ ഓടിച്ചൊന്ന് പറഞ്ഞു പോവാം. ഓക്കെ. സോ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് ഇന്ന് നമുക്ക് 8:30 മണിക്ക് ISM മാനുഫാക്ചറിങ് PMIയുടെ ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ. സോ നാളെയും മറ്റന്നാളും ഒക്കെയുള്ള അതിൻ്റെ പിറ്റേന്ന് അല്ലെങ്കിൽ വ്യാഴാഴ്ച വരെയുള്ള ന്യൂസ് വലിയ രീതിയിൽ കൺസിഡർ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ന്യൂസുകളുണ്ട്. നമുക്ക് അന്നത്തെ ദിവസം തന്നെ നമുക്ക് നോക്കി പോവുകയും ചെയ്യാം. പക്ഷേ ഈ ആഴ്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണുന്നത് ഈ ആഴ്ച നോൺ ഫാം പേറോളിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്കാണ് ഈ ഒരു ന്യൂസ് വരുന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് അല്ലെങ്കിൽ വൈകുന്നേരത്തിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്നും കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. സോ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് ജസ്റ്റ് മുന്നേ ആയിട്ട് നമ്മളുടെ പല ആൾക്കാരും ബ്രോക്കേഴ്സ് നോക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണ്. സോ അതിൻ്റെ റെഗുലേഷനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ UAE ബേസ് ചെയ്തിട്ടുള്ള CMAയുടെ റെഗുലേഷൻ ഉണ്ട്, ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASIയുടെ റെഗുലേഷൻ, സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള FSCയുടെ 3 മേജർ റെഗുലേഷനുള്ള ബ്രോക്കറാണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇൻഷുറൻസ് $100,000 വരെ ലോയ്ഡ്സ് ബാങ്ക് ഇൻഷുർ ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതിൻ്റെ കൂടെ സ്പോൺസർഷിപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് UAE ടീമിനെ, ഈ ഒരു വേൾഡ് കപ്പിൽ UAE ടീമിനെ സ്പോൺസർ ചെയ്യുന്നത് പോലും നമ്മുടെ ഈ ഒരു സ്റ്റാർ ട്രേഡറാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. അതേപോലെ NBAയുടെ സ്പോൺസർഷിപ്പ്, അങ്ങനെ ഒരുപാട് സ്പോൺസർഷിപ്പ് ചെയ്യുന്ന കമ്പനിയാണ്. UAE ക്രിക്കറ്റ് ടീമിനെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് PFL സ്പോൺസർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്പോൺസർഷിപ്പ് ചെയ്യുന്ന കമ്പനിയാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അതിൻ്റെ കൂടെ തന്നെ കമ്പനി കൊടുക്കുന്ന ആ ഒരു ഡെപ്പോസിറ്റ് ബോണസ്, $1,000 50% ബോണസും, ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസുമാണ് കമ്പനി യൂറോപ്പിന് പുറത്തുള്ള ആൾക്കാർക്ക് ബോണസായിട്ട് കൊടുക്കുന്നത്. അതായത് $1,000 ഇടുന്ന ഒരാൾക്ക് $350 എക്സ്ട്രാ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. ഓക്കെ. സോ അതിൻ്റെ കൂടെ നമ്മൾ എപ്പോഴൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അപ്പോഴൊക്കെ 20% ഡെപ്പോസിറ്റ് ബോണസ് നമുക്ക് കിട്ടുന്നുണ്ട്. യൂറോപ്യൻ ക്ലയൻസ് ആണെങ്കിൽ ലോട്ടറിയാണ്. കാരണം ആദ്യത്തെ $1,000 100% ബോണസ്, 1000 ഇടുന്ന ഒരാൾക്ക് $1,000 തന്നെ ഡെപ്പോസിറ്റ് ബോണസായിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ. അതിൻ്റെ മുകളിൽ എത്ര ഡെപ്പോസിറ്റ് ചെയ്താലും അതിൻ്റെ 20% ബോണസാണ് കമ്പനി തരുന്നത്. ഓക്കെ. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് USD JPYയിലോട്ട് തന്നെ പോവാം. USD JPY നമുക്ക് 156.47 മാർക്കറ്റ് നിൽക്കുന്നു. ഇന്ന് മാർക്കറ്റ് ഹൈ പോയപ്പോൾ 157.
156.772 വരെയൊക്കെ മാർക്കറ്റ് സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ടോട്ടലി ഇന്നത്തെ ഒരു ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബെയറിഷ് മൂവ്മെൻ്റ് ആണ് നമുക്ക് കാണുന്നത്. സോ എൻട്രി എന്ന് പറയുന്നത് ബിറ്റ്വീൻ 156 ആൻഡ് 158 ഇടയ്ക്ക് വെച്ച് നമുക്ക് എൻട്രി എടുക്കാം, സെല്ല് ചെയ്ത് എൻട്രി എടുക്കാം. ഓക്കെ, സോ സ്റ്റോപ്പ് ലോസ് 157.20 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. ടേക്ക് പ്രോഫിറ്റ് 1:1.5 റേഷ്യോ അല്ലെങ്കിൽ 156 അവിടെയൊക്കെ നിങ്ങൾക്ക് ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യാം, അല്ലെങ്കിൽ 155.80 അവിടെയൊക്കെ ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യാം. ഇതാണ് എനിക്ക് USD JPY പറഞ്ഞ് തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നേരെ നമ്മളുടെ GBP USD നമ്മളിന്ന് നോക്കുകയാണെങ്കിൽ വലിയൊരു ഗ്യാപ്പ് ഡൗൺ ആണ് നമ്മളിന്ന് കണ്ടത്. അതേപോലെ തന്നെ നമുക്ക് എന്താണ് നമ്മളുടെ USD JPY GBP USDയിൽ 1.3400 അവിടുന്ന് നമുക്ക് എന്താണ് അവിടെയാണ് നമുക്ക് സപ്പോർട്ട് ചെയ്തത്. അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് അവിടെ വീണ്ടും കിട്ടിയാൽ 1.3400 1.3410 അവിടെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാൻ വേണമെങ്കിൽ 1.3380 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കാം. സേഫ് ആണ് ഇട്ട് വെക്കണമെങ്കിൽ 1.3340 താഴെയായിട്ട് വെക്കേണ്ടി വരും. ടേക്ക് പ്രോഫിറ്റ് 1.3500 അവിടെ അതിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ GBP USDയിൽ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റിയുടെ പറയാനുള്ളത് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചാൽ, സോ സപ്പോസ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് 1.3460 മുകളിലായിട്ട് 1 അവർ ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടാൽ അവിടുന്ന് വേണമെങ്കിലും ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. 1.3420 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. ടേക്ക് പ്രോഫിറ്റ് 1.3550 അവിടെയൊക്കെ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം. ഇതാണ് GBP USDയിൽ എനിക്ക് പറഞ്ഞു തരാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോയിലോട്ട് പോകാൻ നേരത്ത് യൂറോ നമുക്ക് സ്ലൈറ്റ്ലി ഒരു ബുള്ളിഷ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊരു എന്താണ് ഒരു ബ്രേക്ക് ഔട്ട് ഒരു പുൾ ബാക്കിലാണ് നമുക്ക് സേഫ് ആയിട്ടുള്ള എൻട്രി. ഒരു 1.1755 അടുത്തൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ബൈ എൻട്രി എടുക്കാം. 1.1720 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് 1.1820 അവിടെയൊക്കെ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ മെയിനായിട്ടും കറൻസീസ് നമ്മൾ ട്രേഡ് ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് എൻട്രി നമ്മളുടെ എന്താ പറയുക ഓർഡേഴ്സ് ഇട്ട് വെക്കുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷേ ഒരിക്കലും ഗോൾഡിൽ അത് ചെയ്യാതിരിക്കുക. ഗോൾഡ് ഇന്നത്തെ ദിവസം ഞാൻ ട്രേഡ് ചെയ്യാനായിട്ട് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല, പക്ഷേ ട്രേഡ് ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു പുൾ ബാക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. സോ എൻട്രി എന്ന് പറയുന്നത് 1.340 ഒരു 5330 റേഞ്ചിലൊക്കെ കിട്ടുകയാണെങ്കിൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. സ്റ്റോപ്പ് ലോസ് 5315 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. ടേക്ക് പ്രോഫിറ്റ് 5390 5420 ആ റേഞ്ചിൽ 5390 അവിടെയൊക്കെ ടേക്ക് പ്രോഫിറ്റ് എടുത്ത് മാറുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി. ഈ ഒരു ഒറ്റ ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് ഗോൾഡിൽ പറയാനായിട്ടുള്ളത്. ഒരു ബ്രേക്ക് ഔട്ട് ഓപ്പർച്യൂണിറ്റിയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 5400 മുകളിലായിട്ട് 1 അവർ ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുന്ന കണ്ടാൽ അവിടുന്ന് വേണമെങ്കിലും ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. സ്റ്റോപ്പ് ലോസ് 5375 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുകയും 5450 റേഞ്ചിലൊക്കെ ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. സോ നമ്മൾ ഉറപ്പായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഇറാൻ്റെ റെസ്പോൺസ് വലിയ രീതിയിലുള്ള മിസൈൽസ് ഒക്കെ വിടുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓയിൽ പ്രൈസ് 85 കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഗോൾഡിൻ്റെ പ്രൈസിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. അതേപോലെ ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് സോഷ്യൽ മീഡിയാസ് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ വളരെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. സോ അതേപോലെ തന്നെ ആസ് ട്രേഡേഴ്സ് നമ്മൾ ചെയ്യേണ്ട വളരെ കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ റിവെഞ്ച് ട്രേഡിന് പോവാതിരിക്കുക ഇന്നത്തെ ദിവസം. ഓക്കെ, നിങ്ങൾക്ക് വലിയൊരു ലോസ് ഉണ്ടായി, അത് അക്സെപ്റ്റ് ചെയ്യുക, മിണ്ടാതിരിക്കുക. ഓക്കെ, ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം, വലിയ വോളറ്റാലിറ്റി ഉണ്ടായതുകൊണ്ടിട്ട് തന്നെ വാർ സമയത്തൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രോക്കേഴ്സ് സ്പ്രെഡ് കൂട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടാവും. ഓക്കെ, അതുകൊണ്ടിട്ട് നിങ്ങൾ ഒരു സ്റ്റോപ്പ് ലോസ് ഇടുന്ന സമയത്ത് കെയർഫുൾ ആയിട്ടിരിക്കുക. ആ ഒരു സ്റ്റോപ്പ് ലോസ് അത് എന്താ പറയുക, ആ സ്പ്രെഡിനനുസരിച്ച് മാറ്റുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നോക്കി വേണം ചെയ്യാനായിട്ട്. ഓക്കെ, സോ അതേപോലെ തന്നെ USD JPYയിലും ഒരു കണ്ണ് വേണം. USD JPY താഴോട്ട് പോവുകയാണ് എങ്കിൽ ഓക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതും ഗോൾഡിനകത്ത് വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളടുത്ത് മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്താ പറയുക കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഇൻസ്റ്റഗ്രാം ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നമ്മളുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, കൂടുതൽ ആൾക്കാരിലോട്ട് ഈ ഒരു വീഡിയോ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ ക്ലാസ് ഇന്ന് മാറ്റിവെച്ച് ഉറപ്പായിട്ടും തുടങ്ങാൻ പോകുന്നത് ഇന്ന്
മോസ്റ്റ് പ്രോബ്ലി 90% മാറ്റാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. 10% ഇന്ന് തന്നെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, സോ നമ്മൾ തീരുമാനിച്ചിട്ടില്ല, 100% തീരുമാനിച്ചിട്ടില്ല, കാരണം കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, അതുകൊണ്ടിട്ടാണ്. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ അടുത്ത ആഴ്ച ആയിരിക്കും ക്ലാസ് തുടങ്ങുക. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പെയ്ഡ് ഇൻഡിക്കേറ്ററിൻ്റെ കാര്യം. ഓക്കെ, ഒരു പെയ്ഡ് ഇൻഡിക്കേറ്റർ ഗോൾഡിൽ അത്യാവശ്യം ഓൾമോസ്റ്റ് ഒരു 80% അക്യുറസിയിൽ വർക്ക് ചെയ്യുന്ന, ഒരു 70 to 80% അക്യുറസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പെയ്ഡ് ഇൻഡിക്കേറ്ററാണിത്. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിലും ഉറപ്പായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.